നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെ പോളിംഗ് ശതമാനം 65%. നമുക്കറിയാൻ കഴിയുന്ന പോളിംഗ് ശതമാനം. മൊത്തം വോട്ടർമാർ 1,94,706 വോട്ടർമാർ. അതിൽ സ്ത്രീകൾ 1,02,290. അതുപോലെ പുരുഷന്മാർ 94,412 വോട്ടർമാർ. ട്രാൻസ്ജെൻഡർ 4 പേർ. പ്രവാസി വോട്ടർമാർ 229 പ്രവാസി വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 2,445 പേർ കന്നി വോട്ടർമാരാണെന്ന് ഓർക്കുക. മൊത്തം സ്ഥാനാർത്ഥികൾ 10 പേരാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് പോളിംഗ്. ക്യൂവിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുമെന്ന് വരണാധികാരി അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് നഗരസഭ, പിരായിരി, കണ്ണാടി, മാത്തൂർ എന്നീ 3 ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. 3 മുന്നണികളും ഒരേപോലെ സാധ്യത കൽപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത കൂടിയാണ്. 70% മേലെ പോളിംഗ് നടക്കണമെങ്കിൽ ഇനിയും കടുത്ത പോളിംഗ് നടക്കേണ്ടതുണ്ട്. ഏത് മുന്നണി ജയിച്ചു വരികയാണെങ്കിലും ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലൂടെ മാത്രമേ ജയിച്ചു വരാൻ കഴിയുള്ളൂ എന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇരട്ട വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തുകളിൽ എത്തുകയാണെങ്കിൽ നേരിടുമെന്ന LDFന്റെ പ്രഖ്യാപനം ബൂത്തുകളിൽ സംഘർഷാവസ്ഥയ്ക്ക് സാഹചര്യമൊരുക്കുന്നു. സന്ദീപ് വാര്യർ, ഇരട്ട വോട്ട്, മുനമ്പം വിഷയം, പത്രപരസ്യം, ലീഗ് നേതൃത്വത്തിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം തുടങ്ങിയവയെല്ലാം തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ വലിയ ചർച്ചാ വിഷയങ്ങളായി മാറുമെന്ന് ഉറപ്പ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.